ഹായ് വ്യൂവേഴ്സ്, അപ്പോൾ ഇന്നും വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളി കളർഫുൾ ആയിട്ടുള്ള കുറേ ബീഡ്സ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി നെക്ക് പീസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് തന്നെയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം കേട്ടോ, നമ്മുടെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വെഡിങ് പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് റേറ്റ് ബ്ലോക്ക് ചെയ്യാം. അഡ്വാൻസ് ചെയ്ത റേറ്റ് കൂടിപ്പോയാലും നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇനിയിപ്പോൾ റേറ്റ് കുറഞ്ഞാലോ കുറഞ്ഞ റേറ്റിലും പർച്ചേസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ സന്ദർഭോചിതമായിട്ട് ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പഴയ ഗോൾഡ് എന്തെങ്കിലും പണയത്തിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ വെറുതെ ഇരുത്തി കളയണ്ട, അത് നമ്മൾ എടുത്ത് വിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം കൂടി പറയട്ടെ, ഒത്തിരി പേരുടെ കയ്യിൽ ഓൾഡ് ഗോൾഡ് ഇരിക്കുന്നതാണ്, പഴയ സ്വർണ്ണങ്ങൾ, അത് വെറുതെ വെച്ചുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇതുപോലുള്ള ഓർണമെൻറ്റ്സ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്തുകൂടെ? നല്ല ഫുൾ വാല്യൂ, നല്ല ബെസ്റ്റ് പ്രൈസാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത് വിറ്റ് നമുക്ക് നല്ല ഓർണമെൻറ്റുമായിട്ട് മാറ്റി വാങ്ങാനുള്ള ഒരു സുവർണാവസരമൊക്കെ മഹാരാജ ഒരുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ആയിട്ട് വരിക. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ വേറൊന്നും പറയാനില്ല. ഈ ഒരു ഐറ്റംസ് ഒക്കെ ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യാതെ ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ. അപ്പോൾ നമുക്ക് സ്കീമിൽ ചേരാം കേട്ടോ. സ്കീമിൽ വന്ന് ജോയിൻ ചെയ്തോ. ഇതുപോലുള്ളൊരു മാലയൊക്കെ പർച്ചേസ് ചെയ്യാൻ സ്കീമിൽ ജോയിൻ ചെയ്താൽ മതിയെന്ന് സുഖസുന്ദരമായിട്ട് നമുക്ക് വാങ്ങിക്കാം. കാരണം അതാണ് മഹാരാജയുടെ പ്രത്യേകത. 11 മന്ത് 1000 റുപ്പീസ് വെച്ച് അടച്ചാൽ പോലും നമ്മൾക്ക് മഹാരാജയിലൊരു മാല എന്താ പറയുക, 11 മന്ത് അടക്കണമെന്നില്ല. ചില മാലകളൊക്കെ നമുക്ക് ഒരു 2-3 മാസം അടച്ചാലും മേടിക്കാം. കാരണം 3000 രൂപ 6000 രൂപ പോലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന മാലകളാണ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 6000 കേട്ടോ, 3000-ലില്ല, 6000 ആ ഒരു റുപ്പീസിലൊക്കെ വരുന്ന അടിപൊളി നെക്ക് പീസൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കിഡിലൻ കളക്ഷൻസ് ആണ്. അപ്പോൾ അതാ ഇത് കണ്ടോ, ഫസ്റ്റ് തന്നെ നല്ല കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലോനാണോ കറക്റ്റ്? കിഡിലൻ. ഓക്കെ, കറക്റ്റ്. അതുപോലത്തെ ഐറ്റം റാണി പിങ്കിലാണ്. 3 ബോൾസ് ഇങ്ങനെ ഹാങ് ചെയ്താണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഭംഗി നല്ല രീതിക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് കണ്ടോ, സ്പ്ലിറ്റ് ചെയ്ത് പോയേക്കാണ്. ഈ ഒരു ചെയിൻ നല്ല ലോങ് ലാസ്റ്റിംഗ് ചെയിൻ. ഇതിൻ്റെ വെയിറ്റ് നിങ്ങൾക്കൊന്ന് പറയാമോ? ഒന്ന് ഗസ് ചെയ്തേ. വെയിറ്റ് കണ്ടോ, എത്ര വെയിറ്റ് എന്ന് അറിയാമോ? ഇത് 1 ഗ്രാം. ഇത് കണ്ടോ, 1,720. ഇത്ര വെയിറ്റ് ഉള്ളൂന്ന്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് ഈ സ്റ്റോൺസ് കാണാൻ കേട്ടോ. അടിപൊളി ഭംഗിയിലാണ് ഈ സ്റ്റോൺസ് വെച്ചിട്ട് ഈ ഒരു സംഭവം വരുന്നത്. ഇനി അടുത്തത് കാണിച്ചു തരാം. ഇതുപോലെ തന്നെ ഓരോരോ കളക്ഷൻസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ലൊരു സൂപ്പർ പേൾ കേട്ടോ. ഇത് കണ്ടോ, 2 ലെയറിൽ പേൾ വന്നിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോയേക്കാണ്. ഇതിൻ്റെ വെയിറ്റ് 2 ഗ്രാംസ്, 2.1. പേളിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരെണ്ണം പെട്ടതാണ്. ഒത്തിരി കളക്ഷൻ പേളിൻ്റെ വന്നിട്ടുണ്ട്. പിന്നെ അത് നല്ല കളേഴ്സിൽ നല്ല അടിപൊളി സ്കൈ ബ്ലൂവിൽ ഒത്തിരി കളക്ഷൻ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, സ്കൈ ബ്ലൂവിൽ. അതിൻ്റെ വെയിറ്റ്, ഈ വെയിറ്റ് കാണുമ്പോഴാണ് നിങ്ങൾ നെട്ടണം. 1.4 ഗ്രാംസ് 1.7 ഗ്രാംസ് ഒക്കെ ഉള്ളൂന്ന്. ഈ സ്റ്റോൺ കഴിഞ്ഞിട്ടുള്ള വെയിറ്റാണ് വരുന്നത്. ഇത് സ്കൈ ബ്ലൂ അല്ലല്ലോ, ഇത് ഗ്രീൻ അല്ലേ? അതെ, ഗ്രീൻ അല്ലല്ലോ, ഇത് സ്കൈ ബ്ലൂ ആണല്ലോ. അപ്പോൾ ഗ്രീനും കാണുമല്ലോ. അതാ ഗ്രീൻ ഉണ്ട് കേട്ടോ. അതായത് ഗ്രീനാണ്, ഇത് ഗ്രീനാട്ടോ. ഇത് വരുന്നത് 1.7. ആ ഒരു 1 ഗ്രാം 2 ഗ്രാമിൽ താഴെ നിൽക്കുന്നത് ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ വരുന്നുണ്ട്. അപ്പോൾ വളരെ ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് അടാറ് ഐറ്റം വന്നിട്ടുണ്ട്. ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ. ഇനി ഇത് ബോക്സ് ചെയിനിൽ വേണമെങ്കിൽ ബോക്സ് ചെയിനിൽ വന്നിട്ടുണ്ട് കേട്ടോ. ബോക്സ് ചെയിൻ ആയിരിക്കും ചിലർക്ക് ഇഷ്ടം. അപ്പോൾ ബോക്സ് ചെയിനും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ബോക്സ് ചെയിനിലും അതുപോലെ തന്നെ 2 ചെയിനിലുമായിട്ട് വന്നേക്കുന്നത്. ഇതുണ്ട്, ബോക്സ് ചെയിനിൽ 2.2 ഗ്രാംസ് ആണ് വരുന്നത്. ഇനി അത് തന്നെ ഈ ഒരു ചെയിനിലാണ് വേണ്ടെങ്കിൽ, ഈ ചെയിൻ നല്ല ലാസ്റ്റിംഗ് ചെയിൻ തന്നെയാണ് കേട്ടോ. 1.8 ഗ്രാംസ്. ഈ ഒരു ചെയിനിലാകുമ്പോഴത്തേക്കും വെയിറ്റ് കുറച്ച് കുറയുന്നുണ്ട്, പക്ഷേ ലോങ് ലാസ്റ്റിംഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ 2 ഐറ്റം അങ്ങനെ ഞാൻ മാറ്റി വെച്ചു. പിന്നെ എനിക്കിഷ്ടമുള്ള വേറൊരു കളർ വന്നിരിക്കുന്ന നോക്കിയതേ, നല്ല ബേബി പിങ്ക് കളറിൽ വന്നേക്കുന്ന നോക്കിയേ നിങ്ങൾ. അടിപൊളിയല്ലേ നോക്കിയേ. കിഡിലൻ കളക്ഷൻ, കിഡിലൻ. ഒന്നും പറയാനില്ല കേട്ടോ. എനിക്ക് നോമ്പായതുകൊണ്ട് ഒത്തിരി സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കളക്ഷൻസൊക്കെ കണ്ടുപോവുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല കേട്ടോ. ഇതുപോലുള്ള കളക്ഷൻസാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അത് കണ്ടോ, എല്ലാം മറ്റുള്ള കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് എല്ലായിടത്തും കിട്ടും. പക്ഷേ ഇതുപോലെ ലൈറ്റ് വെയിറ്റ്, ഇതുപോലെ നമുക്ക് ഡെയിലി വെയർ കളക്ഷൻസൊക്കെ ഇതുപോലെ വെറൈറ്റീസും എവിടെയും കിട്ടില്ല കേട്ടോ. യൂണീക്ക് പീസസ് ആയിട്ട് ഉള്ള കളക്ഷൻസൊക്കെ നമ്മുടെ ഷോപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഷോപ്പ് എവിടെയൊക്കെ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാലോ. എടപ്പള്ളി പില്ലർ നമ്പർ 384 ലുലു മാളിൻ്റെ അടുത്ത് തന്നെയുണ്ട്, ടോൾ ജംഗ്ഷനിൽ. പിന്നെ നമ്മുടെ പള്ളുരുത്തി കോർപ്പറേറ്റ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ അതിവിശാലമായൊരു ഷോറൂമുണ്ട്. അവിടെയും ഈ ലൈറ്റ് വെയിറ്റ് ഉണ്ട്. അതുപോലെ നമ്മുടെ തൃശ്ശൂരുണ്ട്, പള്ളിക്കുളം റോട്ടിൽ
അപ്പം നമ്മുടെ തൃശ്ശൂർ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം നമ്മുടെ ഒരു ഗഡി, നമ്മുടെ ക്യാമറമാൻ ഉണ്ട് തൃശ്ശൂരുകാരനെ, പുള്ളിയെ പറഞ്ഞ നമ്മുടെ പള്ളിയില്ലേ, പള്ളിയുടെ ബാക്ക് സൈഡ് തന്നെയാണ് നമ്മുടെ ഷോപ്പുള്ളത്. എനിക്ക് മാറിപ്പോയതാട്ടാ, സോറി. അപ്പോൾ ക്രിസ്ത്യൻ പള്ളി ഉണ്ടല്ലോ, അതിൻ്റെ ബാക്ക് സൈഡായിട്ട് തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. പിന്നെ നമ്മുടെ ഒരു ഷോപ്പ് വരുന്നത് തൃപ്പൂണിത്തുറയാണ്. അവിടെ ഒരു റീ ഓപ്പണിംഗ് ഒക്കെ വരുന്നുണ്ട്, അവിടെ എക്സ്റ്റൻഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെയും ലൈറ്റ് വെയിറ്റ് ഒരുപാട് കളക്ഷൻസ് അവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ അങ്ങോട്ട് ചെന്നാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെയായിട്ട് നമ്മുടെ ഷോപ്പ്, അതുപോലെ നല്ല വിശാലമായ കാർ പാർക്കിംഗ് ഒക്കെ ആയിട്ടാണ് അവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ എല്ലാവർക്കും അറിയാലോ, ആലപ്പുഴ റൂട്ടിൽ അരൂർ, എരമല്ലൂർ, തുറവൂരായിട്ട് നമ്മുടെ 3 ബ്രാഞ്ചുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് നമ്മുടെ എരമല്ലൂരും തുറവൂരും ആയിരിക്കും. പിന്നെ ലൈറ്റ് വെയിറ്റിൻ്റെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ആയിട്ട് നമ്മുടെ തുറവൂരുണ്ട്. പിന്നെ നമ്മുടെ കാലടിയിലും അതുപോലെ കുഞ്ഞു ലൈറ്റ് വെയിറ്റ് ഐറ്റംസ് ഒക്കെ ആയിട്ട് നമ്മുടെ ഷോറൂം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ 2 ഷോറൂമുകളുള്ളത് ദുബായിലാണ്, ഒന്ന് സഫാരി മാളിൻ്റെ അടുത്ത് മൂവയിലയിൽ, അതുപോലെ തന്നെ നമ്മുടെ അൽനഹദ ലുലു ഹൈപ്പർ മാർക്കറ്റിലുമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ ഒരു കളക്ഷൻ നോക്കിയ പേളും അതുപോലെ നല്ലൊരു ലാവണ്ടർ കളറിലും നല്ല കിഡിലനായിട്ടുള്ള, ഇതൊക്കെ നമ്മുടെ ഉമ്മമാർക്കും അമ്മമാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. എല്ലാ ഏജ് ഡിഫറൻറ്റ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള വെറൈറ്റി കളക്ഷൻസ് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട്. അത് ഇത് കണ്ടോ 2 ഗ്രാമിലാണ് ഇതൊക്കെ വരുന്നതെന്ന്. അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് കാണാൻ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ വാച്ച് ചെയ്യും. അപ്പോൾ നല്ല കളക്ഷൻസാണ് കാണിച്ചത്. ഈ ഒരു കളക്ഷൻസൊക്കെ ഏജ് ഡിഫറൻറ്റ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസാണ്. ബ്ലാക്ക് ബീഡൊക്കെ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്, അതിൻ്റെ കളർഫുൾ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഭംഗിയല്ലേ. അപ്പോൾ ആ ഒരു കളക്ഷൻസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ വരിക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാനുള്ള, നമ്മുടെ പുതിയ ഷോപ്പ് അൽനഹദയിൽ സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞിട്ടുണ്ട്. പെരുന്നാൾ അടുപ്പിച്ച് നമ്മുടെ ഓപ്പണിംഗ് ഉണ്ടാവും. അപ്പോൾ ഞാനും ഇക്കായും കുട്ടികളൊക്കെ ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും വരണോട്ടെ. ഇനാഗുറേഷൻ ചെയ്തൊരു അറിയിപ്പായിട്ട് കരുതുക. നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്താൽ ഡേറ്റ് കാര്യങ്ങളെല്ലാം വീഡിയോസിലൂടെ ആയിരിക്കും കേട്ടോ അനൗൺസ് ചെയ്യുന്നത്. സോഫ്റ്റ് ലോഞ്ചൊക്കെ ആരും അറിയിക്കാണ്ടൊക്കെ സോഫ്റ്റ് ലോഞ്ച് ചെയ്തു. വേറെ ഒന്നുമല്ല, നോമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പെട്ടെന്നുള്ള തീരുമാനങ്ങളായിരുന്നു. അപ്പോൾ എന്തായാലും ഇനാഗുറേഷൻ ഞാൻ അറിയിക്കും കേട്ടോ. ഇക്ക പറഞ്ഞില്ലേ, ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും വരിക പർച്ചേസ് ചെയ്യാൻ. അൽനഹദയിൽ നമ്മുടെ ലുലു ഹൈപ്പറിലാട്ടോ നമ്മുടെ ഷോപ്പ് ഉള്ളത്. നല്ല കിഡിലനായിട്ടുള്ള കളക്ഷൻസ്, കിഡിലൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്ലോറിലാട്ടോ. കിഡിലൻ കളക്ഷൻ, വെറൈറ്റി കളക്ഷൻസ്. നമുക്ക് ഇപ്പോഴത്തെ ജനറേഷൻ വർക്കിന് പോകുമ്പോഴും അതല്ലെങ്കിൽ ആഫ്റ്റർ മാരേജും യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഓർണമെൻറ്റ്സ്, അതുപോലെ ചെറിയ എൻഗേജ്മെൻറ്റ് സെറ്റൊക്കെ ഉണ്ടല്ലോ, വളരെ കുറഞ്ഞ വെയിറ്റിലും എമൗണ്ടിലും അടിപൊളി കളക്ഷൻസ്, വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസുകളാട്ടോ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വരിക. ഡയമണ്ട്സിൻ്റെ ഒക്കെ അടാറ് കളക്ഷൻസ് ഉണ്ട് അവിടെ. അപ്പോൾ ഇതൊക്കെയാണ്, അതൊക്കെ ഇൻസ്റ്റയിലും ടിക്ടോക്കിലൊക്കെ ആയിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നോമ്പായതുകൊണ്ട് വീഡിയോസ് കുറച്ച് കുറവാണ്. ഓപ്പണിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും കൂടുതൽ വീഡിയോ ഇടും കേട്ടോ. അതുപോലെ സഫാരി മാളിൻ്റെ അകത്തുള്ളതും ഈ ഒരു കളക്ഷൻസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ വരാനുള്ളൊരു സഫാരി മൊബൈലിൽ, സഫാരിയിൽ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് ആ ഒരു ഷോപ്പ് ഉള്ളത്. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി കിഡിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.